السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وصحبه أجمعين ما بعد. വളരെ പവിത്രമായ ഒരു മാസത്തിലാണ് അല്ലെങ്കിൽ വളരെ പവിത്രമായ 10 ദിവസത്തിലാണ് നമ്മളുള്ളത്. അങ്ങനെ പറയുന്നതായിരിക്കും നല്ലത്. വളരെ പവിത്രം എന്ന് പറഞ്ഞാൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ ഫീഹിന്ന ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ. ഈ 10 ദിവസത്തേക്കാൾ കൂടുതൽ ഈ ഭൂമിയിൽ മറ്റൊരു ദിവസമില്ല എന്ന് പറഞ്ഞു. ഏത്? അല്ലാഹു തആലാക്ക് നന്മ ചെയ്യാൻ പറ്റിയ 10 ദിവസങ്ങൾ വേറൊരു ദിവസങ്ങളായിട്ട് ഈ ഭൂമിയിലില്ല എന്നർത്ഥം. അത്ര പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങൾ. അപ്പോൾ സഹാബികൾ ചോദിച്ചു, വലൽ ജിഹാദ് യാ റസൂലല്ലാഹ്, യുദ്ധം ചെയ്താലോ? യുദ്ധം അതിനേക്കാൾ വലുതല്ലേ റസൂലുള്ളാഹി? യുദ്ധം പോലും അത്രമേൽ പ്രധാനമല്ല, ഈ ദിവസത്തെക്കാൾ കൂടുതൽ പ്രധാനമുള്ളതല്ല ഒരു ജിഹാദ് പോലും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അത്രമേൽ. അപ്പോൾ അല്ലാഹു തആല ചില സമയങ്ങളെ, ചില സ്ഥലങ്ങളെ, ചില സമയങ്ങളെ സ്ഥലങ്ങളെക്കാളൊക്കെ ബഹുമാനിച്ചിട്ടുണ്ട്. ഈ ദുൽഹിജ്ജ 10 ദിവസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്ഥലത്തെക്കാൾ അല്ലെങ്കിൽ മറ്റുള്ള സമയങ്ങളെക്കാൾ വളരെ പ്രധാനമാണ്. മക്കയിലെ ഹറം മറ്റുള്ള സ്ഥലങ്ങളെക്കാൾ വളരെ പ്രധാനമാണ്. ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസം മറ്റുള്ള സമയങ്ങളെക്കാൾ വളരെ പ്രധാനമാണ് ഈ ഭൂമിയിൽ. എന്തുകൊണ്ടാണ്? അഫ്ളൽ അയ്യാമി ദുനിയ അശ്റ ദുൽഹിജ്ജ. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ദിവസം ദുൽഹിജ്ജയുടെ 10 ദിവസമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട്? സയ്യിദന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സന്തോഷിച്ച ദിവസങ്ങളിൽപ്പെട്ടതാണ്. എപ്പോഴാ? 99ാമത്തെ ദിവസം അറഫയിൽ വെച്ചിട്ട്, അല്ലേ? ദുൽഹിജ്ജ 9 അറഫയിൽ വെച്ചിട്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി തൻ്റെ ഭാര്യയാകുന്ന ഹവ്വാ റളിയല്ലാഹു ഉമ്മയെ കാണാതെ ദിവസങ്ങൾ താണ്ടി നടന്ന് ദുൽഹിജ്ജ 9 അവർ അറഫയിൽ വെച്ചിട്ട് അവർ പരസ്പരം കണ്ടുമുട്ടി. അറഫ മക്ക ജദ്ദത്തുന്ന ജദ്ദ, അത് ജിദ്ദയായതാ. അറഫ എന്ന് പറഞ്ഞാൽ എന്താ? പരസ്പരം അറിഞ്ഞു എന്നർത്ഥം. അല്ലാഹു തആല പറയുന്നുണ്ട് വൽ ഫജ്ർ വലയാലിൻ അശ്ർ. സത്യത്തിൽ രാത്രി കഴിഞ്ഞിട്ടല്ലേ സുബഹി വരുന്നത്. പകല് കഴിഞ്ഞാൽ പിന്നെ ഫജ്ർ കഴിഞ്ഞാൽ പിന്നെ ലൊഹറും അസറും മഗ്രിബും ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടാ പിന്നെ രാത്രി വരുന്നത് സത്യത്തിൽ. അപ്പൊ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് രാത്രി കഴിഞ്ഞിട്ടാണ് സുബഹി എന്നാ പറയേണ്ടത്. വലയാലിൻ അശ്ർ വൽ ഫജ്ർ എന്നാ പറയേണ്ടത്. അള്ളാഹു പറഞ്ഞു വൽ ഫജ്ർ വലയാലിൻ അശ്ർ. പെരുന്നാളിന്റെ ദിവസത്തിന്റെ ആ രാവിലെയെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം പറയുന്നത്. പെരുന്നാൾ ദിവസത്തിൽ ബലിപെരുന്നാളിന്റെ ആ രാവിലെ ദിവസം അത് വളരെ പ്രധാനമാണ്. വലയാലിൻ അശ്ർ. നോക്കൂ, സയ്യിദന മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു തആല 30 ദിവസം നോമ്പ് നോൽക്കാൻ പറഞ്ഞു. وواعدنا موسى 30 ليلة وأتممناها ب10 فتم ميقات ربه 40 ليلة وقال موسى لأخيه هارون اخلفني في قومي وأصلح ولا تتبع سبيل المفسدين. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നാം 30 ദിവസത്തേക്ക് ഒരു വാഗ്ദാനം നോമ്പ് നോൽക്കാൻ പറഞ്ഞു. 30 ദിവസം കഴിഞ്ഞപ്പോൾ 10 ദിവസം കൂടെ അത് പൂർത്തീകരിക്കാൻ പറഞ്ഞു. മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട് ഈ 10 ദിവസമായിരുന്നു അത് എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. അത് 10ാമത്തെ ദിവസം, അതായത് ഫജ്റിന് വൽ ഫജ്ർ, ആ പെരുന്നാളിന്റെ രാവിലെ അല്ലാഹു അക്ബർ എന്ന് മാസ്മരികമായ മന്ത്രധ്വനി ഉരുവിടുന്ന സമയത്ത് സയ്യിദന മൂസ നബി അലൈഹി സ്വലാം തൗറാത്ത് സ്വീകരിച്ചു. അവിടെ നിന്നാണ് തൗറാത്ത് സ്വീകരിക്കുന്നത്. ആ വലിയൊരു അമാനത്ത് അല്ലാഹു തആല എന്ത് ചെയ്യാണ്? കൊടുക്കുക. അവിടെ അള്ളാഹുവിനെ കാണാൻ വേണ്ടി ചെല്ലുന്നത്, കണ്ടില്ല, കാണാതെ പ്രകമ്പനം കൊണ്ട് മൂസ നബി അലൈഹി സ്വലാം അവിടുന്ന് ബോധരഹിതനായി വീണു. വലിയ സംഭവമാണ്. ഒക്കെ നമുക്ക് ചരിത്രങ്ങൾക്കറിയാം. വളരെ ചിന്തിക്കണം. അതല്ല ഫലമ്മാ തജല്ലാ റബ്ബുഹു ലിൽ ജബൽ ജഅലഹു ദക്ക വഖറ മൂസ സഇഖാ. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം 7539 അടി ഉയരമുള്ള തൂരി സീനാ പർവ്വതത്തിലേക്ക് ബഹുമാനപ്പെട്ടവർ ചെന്നു എന്നാണ്. അവിടെ നിന്ന് എന്ത് ചെയ്തു? പവിത്രമായ ആ രാവിലെ ബഹുമാനപ്പെട്ടവർ തൗറാത്ത് സ്വീകരിച്ച് അള്ളാഹുവിനോട് സ്വീകരിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അള്ളാഹിനോട് പറഞ്ഞു, ഒന്ന് കാണണം പടച്ചോനെ,
പടച്ചവൻ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല, നിങ്ങൾ പർവ്വതത്തിലേക്ക് നോക്കിയാൽ മതി, എൻ്റെ പ്രകാശത്തെ പർവ്വതം ഉൾക്കൊണ്ടാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയും. അവിടുന്ന് അവിടുന്ന് മൂപ്പര് ബോധരഹിതനായി വീണു. ബഹുമാനപ്പെട്ടവർ എഴുന്നേറ്റ സമയത്ത് ആദ്യം പറഞ്ഞ വാക്ക് ബോധം തിരിച്ചു വന്നപ്പോൾ ഖാല സുബ്ഹാനക തുബ്തു ഇലൈക വഅന അവ്വലുൽ മുഅ്മിനീൻ. ആ സമയത്താണ് പ്രപഞ്ചനാഥന് വേണ്ടിയിട്ട് മാസ്മരികമായ തക്ബീറിൻ്റെ, തഹ്ലീലിൻ്റെ, തസ്ബീഹിൻ്റെ മാസ്മരികമായ മന്ത്രധ്വനികൾ കോടി ജനങ്ങൾ ഈ അന്തരീക്ഷത്തിൽ അലയടിപ്പിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അതാണ് ഈ സമയം. അള്ളാഹു എത്ര വലിയവനാ, ഞാൻ എത്രയോ ചെറിയവനാ. മൂസ നബി അലൈഹി സ്വലാം എത്ര വലിയ ആളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം? നബിയല്ലേ, പ്രവാചകരല്ലേ, കലീമുല്ലാഹി മൂസ എന്ന പേര് തന്നെ. അള്ളാഹുവിനോട് സംസാരിച്ച ആള് മൂസ നബി പോലെ അള്ളാഹു എത്രയോ വലിയവനാണ്. ദി ഗ്രേറ്റസ്റ്റ്, ദി ഓൾമൈറ്റി, ദി സോവറിറ്റി, ദി സുപ്രീം പവർ എല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ മാത്രം. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. വളരെ ചിന്തിക്കണം. അപ്പോൾ ധാരാളം പണ്ഡിതന്മാർ, ധാരാളം നബിമാരും അതുപോലെ തന്നെ നബിമാരുടെ മക്കളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ തൂരി സീനാ പർവ്വതത്തിൽ വന്നിട്ടുണ്ട്. ഏറ്റവും ആദ്യം തക്ബീർ ചൊല്ലിയത് പോലും സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലേ? ഏറ്റവും ആദ്യം തക്ബീർ ചൊല്ലിയത് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു അക്ബർ. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ നിസ്കാരത്തിലേക്ക് കയറുന്നത് എന്തുകൊണ്ട്? അല്ലാഹു അക്ബർ പറഞ്ഞിട്ടാണ്. എന്തേ? അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ? അല്ലാഹു അക്ബറിന് അത്രയും മേൽ പ്രത്യേകതയാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധതയെ വാഴ്ത്താണ്. ഇസ്ലാമിൽ ഏതൊരു വിഷയവും ഉള്ളിടത്തും പരിശുദ്ധമായ തസ്ബീഹിനെ നമുക്ക് കാണാൻ കഴിയും. റുക്കോയിൽ സുബ്ഹാന റബ്ബിയൽ അഅല, സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി, സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി. ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് തസ്ബീഹ്, വളരെ പ്രധാനമാണ് അല്ല? പെരുന്നാളിന് 2 നിസ്കാരത്തിനിടെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. അങ്ങനെ തുടങ്ങി തസ്ബീഹിൻ്റെ, അള്ളാഹുവിൻ്റെ മാസ്മരികത, അള്ളാഹുവിനെ അങ്ങ് ഉയർത്തി കാണിക്കുന്ന ദിക്റുകളാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നിസ്കാരത്തിൽ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ കയ്യിട്ടായാലും നിസ്കാരം ശരിയാവില്ല. അപ്പോൾ തക്ബീറിൻ്റെ ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ തക്ബീറാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. നിസ്കരിക്കാൻ വേണ്ടി അറിയില്ലേ, സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എങ്ങനെ ആദ്യം പറഞ്ഞു? നിസ്കരിക്കാൻ വേണ്ടി കഅബയിൽ ആദ്യമായി കൊണ്ടുപോയ സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സ്വലാം. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, റബ്ബനാ ഇന്നി അസ്കതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈറ ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബനാ ലിയുഖീമുസ് സ്വലാഹ്. അല്ലാഹുവേ, ഞാൻ എൻ്റെ കുടുംബത്തിനോട് കൊണ്ടുവന്നാക്കുന്നത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. വലിയ പാഠമുണ്ട്. ആ ബലി, ഉദ്ഹിയ്യത്ത്, അതിലൊക്കെ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ വലിയൊരു ചരിത്രം അവിടെ കിടക്കുന്നുണ്ട്. ആദ്യമായി നമ്മളിതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ടത് റബ്ബി ജഅൽനി മുഖീമസ് സ്വലാഹ്, ഇതൊരു ദുആയാണ്. പരിശുദ്ധമായ ഖുർആനിൽ പറയപ്പെട്ട ദുആയാണ്. ആര് ചെയ്തതാ? സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹിനോട് പോലും പറയും, നിങ്ങൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ചര്യയെ, മാതൃകയെ പിൻപറ്റണം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം. മറ്റുള്ള അമ്പിയാക്കന്മാരെ പേരെന്നവിടെ പറയും, കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം. ഏറ്റവും ആദ്യം തക്ബീർ ചൊല്ലിയാൽ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കഴിഞ്ഞാൽ തന്നെ വലിയൊരു മഹത്വം സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തആല ചെയ്തിട്ടുണ്ട്, നൽകിയിട്ടുണ്ട്. റമളാൻ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത റമളാനായി എന്നുള്ളത് കൊണ്ടല്ല, ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ്റെ പ്രത്യേകത റമളാനല്ല, റമളാൻ മാസത്തിൻ്റെ പ്രത്യേകതയാണ് റമളാൻ മാസത്തിൻ്റെ പ്രത്യേകതയാണ് ഖുർആൻ. അതുപോലെ തന്നെ ഹജ്ജ് നടക്കുന്നു, ദുൽഹിജ്ജ എന്ന ഈ മാസത്തിൻ്റെ പേര് തന്നെ. ദുൽഹിജ്ജ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഹജ്ജ് നടക്കുന്നു എന്നുള്ളതിലാണ്. ലക്ഷക്കണക്കിന് ഹാജിമാരാണ് അവിടെ എത്തുന്നത്. ഹജ്ജില്ലെങ്കിൽ ഈ ഭൂമി അല്ലാഹു തആല സീൽ ചെയ്യും. ലൗലം യഹജ്ജന്നാസു ലഅത്ബഖല്ലാഹു السماء على الارض. ആകാശത്തെയും ഭൂമിയും സീൽ ചെയ്ത് അതിനെ ബന്ധിപ്പിച്ച് കളയും. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഹജ്ജ് നടന്നില്ലെങ്കിൽ ഇതൊരു കാലഘട്ടം വരും. വളരെ നമ്മൾ ചിന്തിക്കണം. ഹജ്ജ് നടക്കണം. ഹജ്ജ് നടന്നില്ലെങ്കിൽ ദജ്ജാൽ വരും.
ശ്രദ്ധിക്കൂ. അതുകൊണ്ടാണ് ഹജ്ജിൻ്റെ വളരെ പ്രധാനപ്പെട്ടത് മൽ ഹജ്ജു അൽ അറഫ എന്നല്ലേ. അറഫ ദിവസത്തെ നോമ്പ് പോലും ഹാജിമാർക്കത് സുന്നത്തില്ല. അറഫ ദിവസത്തിലെ നോമ്പ് തഅദിലു സിയാമ സന, ഒരു വർഷത്തെ നോമ്പിന് പുണ്യമാണ്. ഒരു വർഷം നോമ്പ് നോറ്റതിൻ്റെ പുണ്യമാണ് ഒരു ദിവസം അറഫ ദിവസത്തിൽ ഒരു ദിവസം നമ്മൾ നോമ്പ് നോറ്റാൽ. നമ്മളെ നെയ്യത്ത് നന്നാക്കുക നോമ്പ് നോൽക്കുമ്പോൾ. സുന്നത്ത് നോമ്പ് നോൽക്കുന്നത് മാത്രമല്ല, റബ്ബേ എൻ്റെ ഒരു വർഷത്തേക്ക് എൻ്റെ ആയുസ്സിനെ കൂട്ടിത്തരുന്നത് ദുആ ചെയ്തുകൊണ്ടായിരിക്കണം നോമ്പ് നമ്മൾ നോക്കേണ്ടത്. എൻ്റെ അസുഖങ്ങൾ ശിഫയാക്കണേ, എനിക്ക് ദുനിയവിയും മുഹറവിയുമായ നോമ്പോട് നേട്ടമുണ്ടാക്കണേ എന്നുള്ള സുന്ദരമായ ഒരു നെയ്യത്ത് നമ്മളെ ഖൽബിലുണ്ടാവണം. നല്ലോണം നമ്മൾ ചിന്തിക്കണം. വേറെ ചില ഹദീസ് കാണാം, സൗമ അറഫത യഅദിലു സൗമ സനതൈനി, 2 വർഷത്തെ നോമ്പിൽ പോലും അല്ലാഹു സുബ്ഹാനഹു നോമ്പിന് കൂലി പോലും അല്ലാഹു തആല നൽകുമെന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം. ശഫഈ വൽ ഫജ്രി വലയാലിൻ അശ്ർ, അല്ലാഹു പറയുന്നത് വശഫഈ വൽ വത്ർ, വശഫഈ വൽ വത്ർ. ശഫഈ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, വത്ർ എന്ന് പറഞ്ഞാൽ ഏകന, വിത്ർ വത്ർ ഒറ്റ. ശഫഈ എന്ന് പറഞ്ഞാൽ മനുഷ്യന് ആണ് പെണ്ണാണ്, വിത്ർ അല്ലാഹുവാണ്. മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുക. വല്ലൈലി ഇദാ യസ്ർ, രാത്രിയിൽ മഹാന്മാരായ അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾ ഇബാദത്ത് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട സമയം. ഇത് അള്ളാഹു ചോദിക്കുക, അലം ഹൽ ഫീ ദാലിക ഖസബുൽ ലദീ ഹജർ, അങ്ങനെയൊക്കെ രാവും പകലിനെ നമുക്ക് അള്ളാഹു സത്യം ചെയ്തത് കൊണ്ട്, സുബഹിയും അള്ളാഹ് ഇതിനൊക്കെ സത്യം ചെയ്തിട്ട് അല്ലേ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു തആല തന്നെ പറയുന്നുണ്ട് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാത്തിൽ ഇമാദ് അല്ലതീ ലം യുഖ്ലഖ മിഥ്ലുഹാ ഫിൽ ബിലാദ് വസമൂദ അല്ലദീന ജാബു الصخر ബിൽവാദ് വഫിർഔന ദിൽ ഔതാദ്. 3 പ്രധാനപ്പെട്ട ആളുകൾ പറഞ്ഞു. ആദ്, സമൂദ്, ഫിർഔൻ. ആദ് സമുദായത്തെ അല്ലാഹു കാറ്റ് കൊണ്ടാണ് നശിപ്പിച്ചത്. നമ്മളെ ജീവിതത്തിന് ലൈഫിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണെന്ത്? 3 സംഗതികളുണ്ട്: കാറ്റ്, ഭൂമി, വെള്ളം. ഈ 3 കൊണ്ടും അല്ലാഹു ഒരു സമുദായത്തെ നശിപ്പിച്ചിട്ടുണ്ട്. ഇതേപോലെ പെരുന്നാളിൻ്റെ ഒക്കെ സമയത്ത് തന്നെയാണ് നമ്മുടെ അടുത്ത പ്രദേശത്തായ കട്ടിപ്പാറ ഭാഗത്ത് കരിഞ്ചോലമലയിൽ ഉരുൾപൊട്ടലുണ്ടായിട്ടുള്ളത്. അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കട്ടെ. വെള്ളം കൊണ്ടല്ലേ നമ്മുടെ വയനാട്ടിൽ ഉരുൾപൊട്ടിയത്, നമുക്കറിയാലോ, മേപ്പാടിയിൽ. അതേപോലെ ആദ്യ സമുദായത്തെ കാറ്റ് നമുക്ക് നിർബന്ധമല്ലേ, കാറ്റുകൊണ്ട് നശിപ്പിച്ചൊരു സമുദായത്തെ. സമൂദ് ഗോത്രത്തെ ഭൂമി കൊണ്ട് നശിപ്പിച്ചു. സമൂദ് ഗോത്രത്തെ ഭൂമികൾ കൊണ്ട് സഖറഹ അലൈഹിം, അല്ലാഹു തആല പറഞ്ഞല്ലോ, ഭൂമി അല്ലാഹു തആല പ്രകമ്പനം കൊള്ളിപ്പിച്ചു. ഫിർഔൻ അല്ലാഹു തആല അങ്ങനെ വെള്ളത്തിൽ മുക്കിക്കൊന്നു. കാറ്റ്, ഭൂമി, വെള്ളം, ഇത് 3ഉം ഒരു മനുഷ്യൻ്റെ ലൈഫിന് വളരെ നിർബന്ധമാണ്. പക്ഷേ അതിനോടൊക്കെ പ്രകൃതിയോട് അതിക്രമം കാണിച്ചാൽ അത് തിരിച്ചു കാണിക്കും എന്നുള്ളത് ഏറ്റവും വലിയ ഉദാഹരണമാണ് വൽ ഫജ്രി സൂറത്ത്. വളരെ ചിന്തിക്കണം. അല്ലാഹു തആല പറയുക, ഇന്ന റബ്ബക ലബിൽ മിർസാദ്. ഏറ്റവും അവസാനം അല്ലാഹു പറഞ്ഞ വാക്ക്, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നു, എല്ലാം CCTV കാണുന്നതിനേക്കാളും ശക്തമായിട്ട് അല്ലാഹു ചെയ്യുന്നുണ്ടെന്ന് നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളും സമയങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടത്. അള്ളാഹുവിൻ്റെ ദിക്റിലായിട്ട് ഈ സമയങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, ചിലവാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ 10 ദിവസത്തിൽ നമ്മൾ വളരെ ചിന്തിക്കേണ്ടത് എന്താണ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക, ഫഅക്സിറു ഫീഹിന്ന മിന തസ്ബീഹി വത്തഹ്മീദി വത്തഹ്ലീലി വത്തക്ബീർ. സുബ്ഹാനല്ലാഹി തസ്ബീഹ്, വൽഹംദുലില്ലാഹി തഹ്മീദ്. ഇമാം തബറാനി ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്, വത്തഹ്ലീല ലാ ഇലാഹ ഇല്ലല്ലാഹു വത്തക്ബീർ അല്ലാഹു അക്ബർ. ദുൽഹിജ്ജ 10 ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ അതാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ. ഇമാം മഹദി റളിയല്ലാഹു തആല അൻഹു മക്കയിൽ നിന്നും യൂറോപ്പിൽ വരും. യൂറോപ്യന്മാരുടെ സർവ്വ ഇസ്ലാമേതര ശക്തികളെ മുഴുവനും നശിപ്പിച്ച് കളയും. ഉസ്തന്തീനിയും തുർക്കിയും തകർന്നടിയും. അപ്പോൾ സഹാബികൾ ചോദിച്ചു, മാ സിലാഹുഹു, എന്താ മൂപ്പരത്തിൽ ആയുധം, എന്താ ആയുധം വെച്ചിട്ടാണ് മൂപ്പര് തകർക്കുന്നത്? റസൂലുള്ളാഹി എന്ന് പറഞ്ഞു, ആയുധം എന്ന് പറഞ്ഞാൽ അത്തസ്ബീഹു വത്തഹ്മീദ് വത്തഹ്ലീൽ വത്തക്ബീർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ഓരോ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റുണ്ട്. റമളാനിൽ നമ്മൾ എന്താ ചൊല്ലുക? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറു, അതിലുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട്. പിന്നെ ദുൽഹിജ്ജയിലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ചൊല്ലും.
മുഹറത്തിലോ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന തസ്ബീഹ് ഉണ്ട്. സുബ്ഹാനക ഇന്നി. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമാണ് ഈ ദിവസങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ച് ജീവിക്കുന്ന, ദുആ ചെയ്യുന്ന അള്ളാഹുവിനോട്. എന്നിട്ട് പറയുന്നുണ്ട്, നമ്മൾ ആൾക്കാരോട് നമ്മൾ പലതും ചോദിക്കും. എനിക്ക് പൈസ വേണം, വായ്പുണ്ട്, കടമുണ്ട്, അതൊക്കെ നമ്മൾ ചോദിക്കും, സ്വാഭാവികം. നമ്മൾ ശരിക്കും ചോദിക്കേണ്ട ആരോടാ? ഉത്ലുബ് ഫീമാ ഇൻദല്ലാഹി യുഹിബ്ബുക്കല്ലാഹ്. അള്ളാഹുവിൻ്റെ അടുക്കലോ നിങ്ങൾ എന്തോ അള്ളാഹിനോട് ചോദിച്ചു, അള്ളാഹു തആലക്ക് എന്നെ ഇഷ്ടമായിരിക്കും. എന്നാലോ വസ്ഹദ് ഫീമാ ഇൻദന്നാസ് യുഹിബ്ബുക്കന്നാസ്. ജനങ്ങളോടൊന്നും ചോദിക്കാണ്ട് കാലത്തോളം ജനങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടാവും. ജനങ്ങളോട് നീ ഒന്നും ചോദിക്കാതിരിക്കുന്ന കാലത്തോളം ജനങ്ങൾക്ക് ഇഷ്ടമുണ്ടാവും. അള്ളാഹുവിനോട് എന്ത് ചോദിക്കുന്നോ അള്ളാഹു തആലക്ക് എന്നോട് നല്ല ഇഷ്ടമുണ്ടാവും. അപ്പോൾ ദിവസങ്ങൾ മൻ അലഹ ഫി ദുആഇ ഖുബില എന്ന ഹദീസിലുണ്ട്. ദുആയിലങ്ങ് മുഖം കുത്തി വീഴും. ദുആ എന്ന ദുആ, അതിശക്തമായ ദുആ ഒരാൾ ചെയ്താൽ അള്ളാഹു തആല അയാൾക്ക് എന്ത് ചെയ്യും? ദുആനെ അള്ളാഹു സ്വീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇന്നല്ലാഹ യസ്തഹി അൻ യുറദ്ദ ദാഇ ഫീ ബിസ്സഫരിൻ. ഒന്നുമില്ലാതെ ഒരു ദുആ മടക്കി കളയാന്ന് അള്ളാഹു തആലക്ക് ലജ്ജയാണെന്നൊക്കെ ഹദീസിൽ കാണാം. അതുകൊണ്ട് ഈ ദിവസങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ദിവസങ്ങളിലൊക്കെ ദുആ ചെയ്യാനും അതുപോലെ തന്നെ അള്ളാഹു തആലയുടെ കീർത്തനങ്ങളെ പാടാനും അള്ളാഹുവിനെ അറിയാനും അള്ളാഹുവിലേക്ക് മടങ്ങാനും തൗബ ചെയ്യാനും തക്ബീറും തഹ്ലീലൊക്കെ അധികരിപ്പിക്കാനൊക്കെ നമ്മൾ നന്നായി ശ്രമിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.